നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര. സംസരസ്വത്യേ നമഃ. ശ്രീഹരയേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് തന്വാവാച ധിയാ വാ ഭജതി ബദ ജനഃ ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. സത്വം യത്തൽ പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേവ പുരിതി ബഹുശഃ ശ്രൂയതേ വ്യാസവാക്യം. തൽ സ്വച്ഛത്വാത് യദച്ഛാദിത പരസുഖചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാ രമന്തെ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. ശ്രീഹരയേ നമഃ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദപീയൂഷരൂപേ നിർലീനാനേകമുക്താവലിസുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുത്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകല ഇതി വജഃ ത്വത്കലാസ്വേവ ഭൂമൻ. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യത്ക്രിയാവീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതി അസതി കൽപ്പാവികൽപ്പാദികാലേ. തസ്യാ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠ രൂപം. തത്തേ പ്രത്യഗ്രധാരാധരലളിതകലായാവലീ കേളികാരം ലാവണ്യസ്യൈകസാരം സുകൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം. ലക്ഷ്മീ നിശങ്കലീലാനിലയനമൃതസ്യന്തസന്തോഹം അന്തസ്സിഞ്ചൽ സഞ്ചിന്തകാനാം വപു അനുകലയേ മാരുതാകാരനാഥ. കഷ്ടാത്തെ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹാ ജീവഭാജാം. ഇത്യേവം പൂർവമാലോചിതം അജിത മയാ നൈവമദ്യാഭിജാനേ. നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈഃ ശ്രോത്രൈശ്ച
പീത്വാ പരമ രസസുധാംഭോധിപൂരേ രമേരൻ നമ്രാണാം സന്നിധൽസേ സതതമപി പുരഃ തൈരനഭ്യർത്ഥിതാനപ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമം അഭിലഷതി വ്യർത്ഥമർത്ഥ്യവ്രജോയം കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാദൈശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോബീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്ഫീതഭാഗ്യാഃ ത്വം ചാത്മാ രാമ ഏവേത്യതുലഗുണഗണാധാര ശൗരേ നമസ്തേ ഐശ്വര്യം ശങ്കരാദീശ്വരവിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖിലവിദസിന ക്വാപി തേ സംഗവാർത്താ തദ്വാതാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ഗുരുവായൂരപ്പാ ശരണം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമഃ. മൂന്നാമത്തെ ശ്ലോകം സത്വം യത്തത് പരാഭ്യാമപരിലനതോ നിർമ്മലം തേന താവത് ഭൂതേർഭൂതേന്ദ്രിയസ്തേ വപുരിതി ബഹുശ ശ്രൂയതേ വ്യാസവാക്യം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ശ്ലോകങ്ങളിലൊന്നാണ്. രൂപമില്ലാത്ത ബ്രഹ്മം എങ്ങനെയാണ് ആ ബ്രഹ്മതത്വത്തിന് മാറ്റം വരാതെ തന്നെ അതിമനോഹരമായിട്ടുള്ളൊരു വിഗ്രഹരൂപം കൈക്കൊള്ളണേ പറയണത്. നാച്ചുറലി വരുന്ന സംശയമാണ്, ബ്രഹ്മത്തിന് രൂപമില്ലല്ലോ, അത് പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഭംഗിയുള്ള വിഗ്രഹമായിട്ട് മാറുക എന്ന് ചോദിക്കണവർക്കുള്ള ഉത്തരം ആ സത്വം യത്യത് എന്ന് പറഞ്ഞ് തുടങ്ങണ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. അവിടെ ഭാഗവതം, വേദാന്തം, ഉപനിഷത്തുകളിൽ പറഞ്ഞ അദ്വൈതത്തിൻ്റെ സത്യം, അതേപോലെ തന്നെ നമ്മുടെ ക്ഷേത്രഭക്തി, ക്ഷേത്രത്തിലിരിക്കുന്ന ദേവതയെ ആരാധിക്കുന്ന രീതി. നമ്മൾ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, ദൈവം, ഈശ്വരൻ, ദേവത, ഇത് മൂന്നും വെവ്വേറെയാണ്. നമ്മളിതൊക്കെ കൂടെ കൂട്ടിക്കലർത്തി അവിയലാക്കിയിട്ടാണ് ഇന്ന് വിചാരിക്കുന്നത്. നമ്മുടെ കർമ്മത്തിൽ വിളങ്ങുന്നതാണ് ദൈവം, സകല സാക്ഷിയായിട്ടിരിക്കുന്നത് ഈശ്വരൻ, ക്ഷേത്രത്തിലിരിക്കുന്നത് ദേവത. ക്ഷേത്രം ദേവതയുടെ വീടാ. അവിടെ മറ്റു മതങ്ങളുടെ പോലെ ആരാധനാലയം അല്ല. നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ വന്നിട്ട് നിങ്ങൾ ഈ പാത്രം ഇവിടെ വെക്കരുത്, ഇവിടെ ഈ ഭക്ഷണം വെക്കരുത് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് സഹിക്കുമോ? അതുപോലെയാണ് ദേവതയുടെ വീടാണത്. ആ വീട്ടിൽ പോയിട്ട് ആ വീട്ടിലത്തെ നിയമം അനുസരിച്ച് വേണം പെരുമാറാൻ. അല്ലാണ്ട് എല്ലാവരെയും പ്രവേശിപ്പിക്കണം, ഇവരെ ഇറക്കണം, അവരെ കയറ്റരുത്, ഇതൊന്നും പറയാൻ പറ്റില്ല. ദേവത എന്ത് പറയണോ അതനുസരിക്കണം. അതുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ വീടാണ്, പഴയകൽപ്പാത്തിയിൽ ഈ ക്ഷേത്രം പെരുമാളുടെ വീടാണ്, വിശ്വനാഥസ്വാമിയുടെ വീടാണത്. ആ വീട്ടിൽ ചെല്ലുമ്പോൾ, ഒരാളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണിക്കണം മര്യാദ കാണിക്കുക. ഒരു വീട്ടിൽ ചെന്നിട്ട് നമ്മൾ വളവളാതെ സംസാരിക്കുമോ, ഉറക്കയും ബഹളം ഉണ്ടാക്കിയിട്ടും? അതുകൊണ്ട് ഇനി അടുത്ത തവണ അകത്തൊക്കെ ചെന്നിട്ട് ഒച്ചയിട്ട് സംസാരിക്കുമ്പോൾ കാലം ആലോചിക്കുക. വേറൊരാളെ വീട്ടിൽ കയറി അവരുടെ വീടിൻ്റെ അടുക്കളയിലും ബെഡ്റൂമിലും ഒക്കെ കയറി ചെന്നിട്ട് ബഹളം വെച്ചാൽ എങ്ങനെ ഇരിക്കും, അവർക്ക് എന്ത് തോന്നും എന്ന് ചിന്തിക്കുക. ഈ ഒരു അടിസ്ഥാന വ്യത്യാസം അതിപ്പോൾ പറയേണ്ട ഒരു സന്ദർഭമില്ല നമുക്ക്. ഞാൻ മുമ്പ് കാളിയുടെ കാവുകൾ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പ്രഭാഷണമുണ്ട് നമ്മുടെ ഈ ഇവിടെ കണ്ണോട്ടുകാവിൽ നടന്നത് 3 ഭാഗം. അതിൽ ഞാൻ കുറച്ച് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വ്യത്യാസം എന്താണെന്നും. ഇത് തിരിച്ചറിയേണ്ടത് നമ്മുടെ കാലഘട്ടത്തിൽ ഹിന്ദുക്കൾക്ക് വളരെ ആവശ്യമാണ്. എന്താണ് ദേവത, എന്താണ് ദൈവം, എന്താണ് ഈശ്വരഭാവം, ഇത് കൃത്യമായിട്ട് തിരിച്ചറിയണം. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആളല്ലേ, അയാൾക്ക് എന്തിനാണ് ഈ പാൽപ്പായസം എന്നൊന്നും ചോദിക്കരുത്. നമ്മൾ വേദാന്തം വേണ്ടാത്ത സ്ഥലത്ത് പറയും, വേണ്ട സ്ഥലത്ത് പറയില്ല. ലൗകികമായിട്ട് എല്ലാ
ഒരു ലോകനന്മയ്ക്ക് വേണ്ടിയിട്ട് വേദാന്തം പറയാൻ പഠിപ്പിച്ച ആർക്കും വേണ്ട. ഈ ജീവിതത്തിൽ അനുഭവം അങ്ങനെയാണ്, ഭയങ്കര മോശമാണ് എന്നൊക്കെ പറയും. മോശമാണെന്നൊക്കെ പറയും. പക്ഷേ ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യം വരുമ്പോൾ ഒരു വഴിപാട് നടത്താൻ അല്ലെങ്കിൽ ഒരു കലശം ചെയ്യണത് ഭഗവാനിപ്പോൾ എന്തിനതൊക്കെ, അദ്ദേഹം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആളല്ലേ എന്ന് ആ സ്ഥാനത്തും പറയും. അപ്പോൾ പറയേണ്ട സ്ഥലത്ത് വേദാന്തം പറയാതെ പറയേണ്ടാത്ത സ്ഥലത്ത് പറയുന്നതാണ് നമ്മുടെയൊക്കെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത്. ഇത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വളരെ ആഴത്തിൽ തന്നെ നമുക്കിത് ചിന്തിച്ചു പോകാനൊക്കെ പറ്റും. രജോ ഗുണവും തമോ ഗുണവും കലർന്നിട്ടുള്ള സത്വഗുണം അല്ല ഇവിടെ പറയണത്. ഭട്ടതിരി അത് വ്യക്തമായിട്ട് വേർതിരിക്കുന്നുണ്ട്. സാധാരണ സത്വഗുണം നമ്മളിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് രജോ ഗുണം കുറച്ച് തമോ ഗുണം ഉണ്ടാവും. വളരെ ശാന്തമാണ് മനസ്സ്, പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു തോന്നൽ, അപ്പം രജോ ഗുണം അത്രയൊക്കെ വേണമെന്നുള്ളൊരു തോന്നൽ, കുറച്ച് തമോ ഗുണം, ഇതൊക്കെ ഉണ്ടാവും. ഭഗവാൻ അങ്ങനെയല്ല. സത്വഗുണം എന്ന് പറഞ്ഞാൽ പ്യുവർ സത്വഗുണമാണ്. വൈറ്റ്. അതിൽ ചുവപ്പിൻ്റെ കലയോ ഇളം ചുവപ്പ് വരണ വെള്ളയോ ഇളം കറുപ്പ് വരണ വെള്ളയൊന്നുമല്ല, നല്ല ശുദ്ധ വെള്ള, അങ്ങനെയാണ് ഇരിക്കുക. രജോ ഗുണത്തിനും തമോ ഗുണത്തിനും പോലും സ്പർശിക്കാൻ സാധിക്കാത്ത സത്വഗുണം എന്നാ പറഞ്ഞത്. അത് ശുദ്ധസത്വം. നാരായണന്റെ സത്വഗുണം ശുദ്ധസത്വഗുണം എന്ന്, പരാഭ്യാം അഭിരികലത എന്ന് പറയണത് തൊടാൻ പറ്റാത്തതെന്ന്. ചോപ്പിനും കറുപ്പിനും തൊടാൻ പറ്റില്ല, രജസിനും തമസിനും തൊടാൻ പറ്റില്ല. നിർമ്മലം, പൂർണ്ണമായത്, പരിശുദ്ധമായത്, സുതാര്യമായത്. ആ ഒരൊറ്റ കാരണം കൊണ്ട്, തേന താവത്, ആ ഒരൊറ്റ കാരണം കൊണ്ട് ഭൂതേ ഭൂത ഇന്ദ്രിയൈ ദേവഭൂ എന്ന് പറയണു. അങ്ങയുടെ ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും നിർമ്മിച്ചിട്ടുള്ളതാണെന്നൊക്കെ പറയണു ഭഗവാന്റെ ശരീരം. അതിനാണല്ലോ നമ്മൾ കലശം നടത്തണത്. നോക്കൂ, ഗുരുവായൂരപ്പന് ബ്രഹ്മകലശം തുടങ്ങിയിരിക്കുകയാണ്. നമ്മളിവിടെ സമർപ്പിക്കുന്ന ദിവസം ഗുരുവായൂരപ്പന് ബ്രഹ്മകലശം ആടും. അന്ന് ഭഗവാൻ പൂർണ്ണനാവും. അപ്പോൾ ഭഗവാനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം നമ്മൾ ഓരോ ദിവസം ഇരുന്നിട്ട്. ആദ്യം അദ്ദേഹത്തിനെ പാർട്സ് ആയിട്ട് അഴിച്ച് ഓരോ ഭാഗവും തുടച്ച് വൃത്തിയാക്കി വീണ്ടും കൂട്ടി യോജിപ്പിക്കലാണ് സഹസ്രകലശം. സഹസ്രകലശം ആരംഭിച്ചു കഴിഞ്ഞു. 27 നമ്മളിത് സമാപിക്കുന്ന ദിവസം കലശത്തിൻ്റെ പരിസമാപ്തി. പിറ്റേ ദിവസം നമ്മുടെ പ്രഭാഷണം കഴിയുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് കൊടികയറണത്. ഗുരുവായൂർ ഉത്സവം കൊടികയറുകയാണ്. അപ്പോൾ ഭഗവാന്റെ ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇത് ഭക്തന്മാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മഹർഷിമാർ പറഞ്ഞിട്ടുള്ള ലളിതമായ ഭാഷയാണെന്ന് ഓർത്തോളണം. അല്ലാണ്ട് ഭഗവാന്റെ ശരീരം എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ബഹുശ ശ്രൂയതേ വ്യാസവാക്യം എന്നാണ് പറഞ്ഞു. വേദവ്യാസ മഹർഷി തൻ്റെ വാക്കുകളെ കൊണ്ട് ആവർത്തിച്ചിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ ഭൗതികമായിട്ടുള്ള ശരീരത്തിനെ അല്ല ഇത് സൂചിപ്പിക്കണത്, പക്ഷേ നമ്മൾ സാധാരണ ഭക്തർക്ക് ധ്യാനിക്കാൻ വേണ്ടി എളുപ്പത്തിന് തരുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രമാണെന്ന്, ഒരു വിശദീകരണമാണിത്. ഈ ബോധം ഒരിക്കലും കളയരുത്. ഞങ്ങൾക്ക് ഇതൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് ഇരുന്നാൽ ഇവിടെ ഇരിക്കുകയുള്ളൂ. നമ്മൾ ഓരോരുത്തരും ഓരോ ക്ലാസ്സിലായിരിക്കണത്. എല്ലാവരും ഒരേ ക്ലാസ്സിലല്ല. ചിലർ LKG-യിലാണ്, ചിലർ സ്കൂളിൽ ചേർത്തിട്ട് തന്നെ ഇല്ല, അത് വേറെ കാര്യം. ചിലർ 2ാം ക്ലാസ്സിലായിരിക്കും, ചിലർ 4-ലായിരിക്കും, ചിലത് ഡിഗ്രി ഉണ്ടാവും, ചിലത് PhD-യും കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, PhD-കാരൻ LKG-കാരനെ നോക്കിയിട്ട് എന്ത് ഇതെന്ന് പറഞ്ഞിട്ട് പറയരുത്. LKG-കാരൻ എനിക്കതൊന്നും മനസ്സിലാവില്ല, ഇതൊക്കെ ആർക്കെങ്കിലും മനസ്സിലാവുമോ, അങ്ങനെയൊന്നും ഇല്ല, അതും പറയരുത്. ഓരോരുത്തർക്കും ഓരോ തരത്തിൽ ഭഗവാൻ അനുഭവവേദ്യവും. വ്യാസമഹർഷി എല്ലാ തരത്തിലുള്ളവർക്കും ആ ഭഗവതനുഭവം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ കഥകൾ ഉണ്ടാക്കിയതും ഈ വിദ്യകളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതാ പറയണത്, നമുക്ക് ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയണത്. എന്നിട്ട് ഭട്ടരി ഒരു രഹസ്യം പറയണു. തത് സ്വച്ഛത്വാത്, ശുദ്ധസത്വമായിട്ടുള്ള ആ വസ്തുവിൻ്റെ സുതാര്യത, ട്രാൻസ്പാരൻസി കാരണം ആച്ഛാദിത പരസുഖചിത് ഗർഭനിർഭാസരൂപം എന്ന് പൂരിക്കാം. അവിടെ ഒരു വലിയ കീ വെച്ച് കൊടുത്തിരിക്കുക. നാരായണീയത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള മോസ്റ്റ് ബ്യൂട്ടിഫുൾ പോയട്രിയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പരമമായിട്ടുള്ള ആനന്ദവും ബോധവും പരസുഖചിത്ത് മറയ്ക്കപ്പെടില്ല എന്ന്. മൂപ്പര് ആ കല്ലിൻ്റെ രൂപത്തിൽ ഗുരുവായൂർ ശ്രീലകത്ത് ഒരു 4 വിളക്കിൻ്റെയോ 10 വിളക്കിൻ്റെയോ വെളിച്ചത്തിൽ നിൽക്കണമെന്നുള്ളത് കൊണ്ട് ആ ആനന്ദം അനുഭവിക്കുന്നതിന് ഒരു കുറവും വരണില്ല. കാര്യം അതൊരു കല്ലാണ്, അതൊരു വിഗ്രഹമാണ്, പക്ഷെ ഒരു കുറവും അതുകൊണ്ട് വന്നിട്ടില്ല എന്ന്. അത് ഉള്ളിൽ ഗർഭത്തിൽ വഹിച്ചുകൊണ്ട് പുറത്തേക്ക് പ്രകാശിക്കണു, നിർഭാസ എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് തിരിച്ചറിയാൻ പറ്റിയാൽ മതി നമുക്ക്, വേറെ ഒന്നും വേണ്ടാന്ന്. അത് പറയണേ, അതൊരു കല്ലായി, ബ്രഹ്മം എന്താ അവിടെ ഒരു കല്ലായപ്പോൾ അതിൻ്റെ ഒക്കെ പോയി. അങ്ങനെയല്ല, ആ കല്ലിൻ്റെ അകത്തിരിക്കുന്നുണ്ടത്, അത് പുറമേക്ക് പ്രകാശിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ മതി. ഭഗവാന്റെ ആ രൂപം
ഭഗവാന്റെ ബ്രഹ്മസ്വഭാവത്തിനെ മറക്കണില്ല. പകരം ഭഗവാന്റെ ആ രൂപം, ആ മഹാവിഗ്രഹം, ആ അപൗരുഷേയ വിഗ്രഹം, ആ വിഷ്ണു വിഗ്രഹം ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കണമെന്ന്. അല്ലാണ്ട് ബ്രഹ്മത്തെ മറക്കണില്ല, അതിനെ കണ്ടെയ്ൻ ചെയ്യണില്ല, അതിനെ ചുരുക്കുന്നില്ല അതിലേക്ക്. പകരം ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കണം. ബ്രഹ്മം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? ബൃഹത്താവുന്നതെന്ന്, ഓരോ സെക്കൻഡും വികസിച്ച് 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 വരുന്നതെന്ന് അർത്ഥമാണത്. ഗുരുവായൂരപ്പനെ നോക്കി അങ്ങനെ തന്നെയാണ് വികസിച്ച്, ബോധം വികസിക്കുന്നത് നമുക്കറിയാൻ പറ്റും. ബോധം വികസിക്കുന്നത് അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് കൃഷ്ണൻ അതിനെ പൂജ കഴിച്ചിരുന്നത്. കൃഷ്ണൻ പൂജ കഴിച്ച വിഗ്രഹമാണ്. കൃഷ്ണൻ പൂജ കഴിക്കണമെങ്കിൽ ആ വിഗ്രഹത്തിന് അത്രയും ക്വാളിറ്റി ഉണ്ടാവണം, അല്ലേ? വിഗ്രഹത്തിൻ്റെ മാഹാത്മ്യം പറയുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഫസ്റ്റ് ബെനിഫിറ്റ് എന്താ? ഗുരുവായൂരപ്പനെ ആരാധിച്ച എന്താ? ഗുരുവായൂരപ്പനെ ഒരു സാധാരണ മനുഷ്യന് ഫസ്റ്റ് ബെനിഫിറ്റ് എന്താ? പുത്രദായകനാണ് ഭഗവാൻ. കുഞ്ഞുങ്ങൾ ഉണ്ടാവാനാ. പുരാണം എടുത്തു നോക്കൂ. ബ്രഹ്മാവിന് സൃഷ്ടിയിൽ സംശയം വന്നപ്പോൾ ബലം കൊടുക്കാൻ വേണ്ടി, സൃഷ്ടിക്ക് വേണ്ടി കൊടുത്ത വിഗ്രഹമാണ്. പൃശ്നിക്കും സുതപസിനും കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തോണ്ട് അവർക്ക് കൊടുത്തു ബ്രഹ്മാവ്. അപ്പൊ ഭഗവാൻ പൃശ്നിഗർഭനായിട്ട് ജനിച്ചു. ഈ പൃശ്നിഗർഭൻ എവിടെ വരണത്? ഗജേന്ദ്രമോക്ഷത്തിൽ ഗരുഡന്റെ പുറത്ത് വന്നത് പൃശ്നിഗർഭന. ആ ഹരി പൃശ്നിഗർഭനാണ് ഗജത്തിനെയും നക്രത്തിനെയും മോക്ഷം കൊടുത്തത്. അത് കഴിഞ്ഞ് കശ്യപനും അതിഥിക്കും ആ വിഗ്രഹം കിട്ടണു. അവർക്ക് വാമനനായിട്ട് ഭഗവാൻ ജനിക്കണം. അവിടെയും പുത്രദായകത്വ. ആ വിഗ്രഹം തന്നെ വസുദേവനും ദേവകിക്കും കിട്ടണു. അത് ഭഗവാന്റെ ജനനത്തിൽ കലാശിക്കണു. ഭഗവാന്റെ കയ്യിൽ കിട്ടുന്നു. പിന്നെ അത് ഭഗവാന്റെ കയ്യിൽ തന്നെയാണ് പ്രളയത്തിന് ശേഷം അത് തെക്കൻ തീരത്തേക്ക് കൊണ്ടുവരുന്നു. പുത്രദായകനാണ് ഗുരുവായൂരപ്പൻ. സ്വാമിയും പുത്രദായകനാണ്. നമ്മുടെ കേരളത്തിൻ്റെ 2 മഹാശക്തി സ്തംഭങ്ങൾ പുത്രദായകന്മാരാ. അതിൻ്റെ അർത്ഥം എന്താ? നല്ല തലമുറകളെ തരുന്നവരാണ്. ഇന്ന് കേരളത്തിന് ഇല്ലാത്തതാണ്. അത് അവരുടെ ആരാധനയിൽ വന്ന ച്യുതിയാണ്. കാരണം നല്ല ആചാര്യന്മാരുണ്ടാവണമെങ്കിൽ ആദ്യം നല്ല മക്കളുണ്ടാവണം. ഈ മക്കളാണല്ലോ നാളത്തെ ആചാര്യന്മാർ. അത് തരുന്ന ദേവതകളാണ് അവരെന്നുള്ള ബോധ്യം നമ്മൾ സാമാന്യ ജനത്തിന് എപ്പോഴും വേണം. കേരളത്തിൻ്റെ പരദൈവതങ്ങൾ എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂരമ്മ, പത്മനാഭസ്വാമി, അയ്യപ്പസ്വാമി, ഗുരുവായൂരപ്പൻ, തളിപ്പറമ്പപ്പൻ, വടക്കുന്നാഥൻ, ഏറ്റുമാനൂരപ്പൻ, ഇവരൊക്കെയാണ് പരദൈവതങ്ങൾ. അവരിലാണ് നിൽക്കുന്നത്. വൈക്കത്തപ്പൻ. ആ ദേവതകളുടെ ശക്തിയിലാണ്, ആ തൂണുകളിലാണ് ഇതിന്നും നശിക്കാണ്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ ക്ഷേത്രങ്ങളെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കണം. കാരണം വേര് നശിപ്പിച്ച വൃക്ഷം വീഴും. അത് വീഴാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് ഭഗവാന്റെ ഒരു രൂപവും ഒരു വിഗ്രഹവും, ഈ ലക്ഷ്മീനാരായണ പെരുമാളുടെ വിഗ്രഹം പോലും ബ്രഹ്മത്തെ ഒന്നും മറക്കണില്ല. ഭഗവാനെ ഒരു കാമുകനായിട്ട്, ഭാര്യയോട് സ്നേഹത്തോടു കൂടി പ്രണയലോലുപനായിട്ടിരിക്കുന്ന ഒരു ദേവനായിട്ടൊന്നും ചുരുക്കണില്ല ആ വിഗ്രഹം. ആ വിഗ്രഹം ബ്രഹ്മത്തെ തന്നെയാണ് പ്രകാശിപ്പിക്കുന്നത്. തൻ്റെ ശക്തിയെ മടിയിലിരുത്തിയിട്ട് പ്രപഞ്ച സൃഷ്ടിക്ക് ഉദ്യുക്തനായിട്ടിരിക്കുന്ന ഏതൊരു ബ്രഹ്മാവസ്ഥയുണ്ടോ ആ ബ്രഹ്മാവസ്ഥ തന്നെയാണത്. അത് മനസ്സിലാക്കിയാൽ മതി. ഏത് വിഗ്രഹവും എവിടെ പോയാലും, എത്ര ചെറിയ ക്ഷേത്രമാവട്ടെ വലിയ ക്ഷേത്രമാവട്ടെ, ഈ ബോധം നമുക്കുണ്ടായാൽ മതി. ഭഗവാന്റെ രൂപം പ്രകൃതിയിലെ സത്വഗുണമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അത് ശുദ്ധ സത്വമാണ്. ഭഗവാനിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ, ആ സത്വഗുണം കൊണ്ട് നമ്മൾ മനുഷ്യരിൽ അവൻ വളരെ സാത്വികനാണെന്നുള്ളത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ ആളോടൊരു സ്നേഹം തോന്നാം. പക്ഷെ ആ സ്നേഹം നമ്മളെ ബന്ധിക്കും. ആ വ്യക്തി എവിടുന്ന് പോയാൽ, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ ഒരു സ്വഭാവ മാറ്റം വന്നാൽ നമുക്ക് മനസ്സിൽ ഒരു വിഷമം വരും. എങ്ങനെ ഇരുന്ന ആളാ, നല്ല സ്വഭാവമായിരുന്നു, ഇതപ്പം ചൂടായി, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത ആളായി. അത് നമ്മുടെ അകത്ത ബന്ധനം കാരണമാണ്. നമ്മൾ ആ വ്യക്തിയിൽ ബന്ധിച്ചിരിക്കണോണ്ടാണ്. പക്ഷെ ഭഗവാന്റെ ശുദ്ധസത്വം നമ്മളെ ബന്ധിക്കുന്നില്ല. ശുദ്ധസത്വത്തിന് മാറ്റില്ല. അതൊരിക്കലും മോശപ്പെടുന്നില്ല. അതുകൊണ്ട് ഭഗവാനിലേക്കുള്ള ബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രകൃതിയിൽ നമുക്ക് സംഭവിക്കുന്ന പോലെ ബന്ധനമല്ല. ഇല്ലാണ്ടായി പോയിട്ട് നശിച്ചു പോവുക എന്നൊന്നില്ല. പലരും ചോദിക്കും, എനിക്ക് ഗുരുവായൂരപ്പനെ മുമ്പ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, അനുഭവിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, ഇപ്പം പറ്റണില്ല, എനിക്ക് സങ്കടം വരുന്നു പറയും. ഞാൻ പറയും, നിങ്ങളുടെ തോന്നലാണ്, മനസ്സ് കളിപ്പിക്കുന്നതാ. ഭഗവാൻ എപ്പോഴെങ്കിലും നമ്മളെ വിട്ടു പോകാൻ പറ്റുമോ? പണ്ട് ഒരു ആരാധനാലയത്തിൻ്റെ പുറത്ത്, ഹൈന്ദവമല്ല, എഴുതി വെച്ചു അത്ര, ഗോഡ് നെവർ ഫെയിൽസ് എന്ന്. അതിൻ്റെ താഴെ ഒരു ബിരുദം പോയിട്ട് എഴുതി വെച്ചു അത്ര, പെർഹാപ്സ് ഹി ഹാസൻറ്റ് അപ്പിയർഡ് ഫോർ CA എന്ന്. ചാർട്ടേഡ് അക്കൗണ്ടൻസി പരീക്ഷയ്ക്ക് ദൈവം
പോയിട്ടില്ല, അതുകൊണ്ടാണ് ഗോഡ് നെവർ ഫെയിൽസ് എന്ന് പറയണതെന്ന്. ചാർട്ടേഡ് അക്കൗണ്ടൻസി എഴുതിയിരുന്നെങ്കിൽ ദൈവവും തോൽക്കുമായിരുന്നു എന്ന് എഴുതി വെച്ചു അത്രേ. പക്ഷേ യഥാർത്ഥത്തിൽ ഭഗവാൻ തോൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഈശ്വരന് 2 കുറവുണ്ട്. നമ്മൾ ഈശ്വരൻ പൂർണ്ണനാണെന്നൊക്കെ പറയുമല്ലോ, ഇത് സ്നേഹം കൊണ്ട് പറഞ്ഞ കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഭഗവാന് 2 കാര്യത്തിൽ ഭഗവാൻ പരാജിതനാണ്. അതിൽ നമ്മൾ തന്നെ മിടുക്കന്മാർ. ഒന്ന്, മറക്കാനുള്ള കഴിവില്ല ഈശ്വരന്. നമുക്ക് മറക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ ആരെ വേണമെങ്കിൽ മറക്കും, ഇപ്പം മറക്കും വേണമെങ്കിലും, അല്ലേ? ഭഗവാൻ ഒന്നും മറക്കാൻ സാധിക്കില്ല. 2, സ്നേഹിക്കുന്നവന് തന്നെ വേർപെടുത്താൻ ഭഗവാന് സാധിക്കില്ല. ഭക്തൻ വേണി വേർപെടുത്തി പോവും. എനിക്ക് വേണ്ട, എനിക്ക് നിന്നെ വേണ്ട, അങ്ങനെ പറയും. നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ വിളിച്ചിട്ട്, ഞാൻ മഹാദേവനെയൊക്കെ കണ്ണുപൊട്ടണ പോലെ ശകാരിച്ചിട്ടുണ്ട് ഒരു കാലത്ത്. അത് ഭൗതികമായിട്ടുള്ള വിഷമം കൊണ്ടൊന്നുമല്ല, ആധ്യാത്മികമായിട്ടുള്ള കുഴപ്പങ്ങൾ കൊണ്ട്. പോകേണ്ട വഴി പോകാതെ വേറൊരു വഴിക്ക് തിരിച്ചു വിട്ടത് കൊണ്ടൊക്കെ ആ പാവം, ആ ഭഗവാനാണ് എൻ്റെ ഏറ്റവും കൂടുതൽ. ഞാൻ ഒരു സദസ്സിൽ കുംഭസാരം പോലെ കുറ്റബോധത്തോടു കൂടി പറയാണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭഗവാന് നമ്മളെ വേർപിരിഞ്ഞു പോകാൻ പറ്റില്ല, ഒരിക്കലും സാധിക്കില്ല. ഹി ഫെയിൽസ് ഇൻ ദാറ്റ് മിസറബിളി. ഒരിക്കലും സാധിക്കില്ല. ഭഗവാന് തന്നെ അടർത്തിക്കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ അതിൽ നിന്ന് വ്യത്യസ്തനേ അല്ല എന്നുള്ളതാണ് അതിന് കാരണം. എന്തിന്നാണോ നമ്മൾ വേർപെട്ടു പോകാൻ നോക്കുന്നത്, നമ്മളതാണ്. അതിൽ നിന്ന് നമ്മളെങ്ങനെ നമ്മളെ വേർപെടുത്തും? എൻ്റെ പ്രഭാഷണം സ്ഥിരം കേൾക്കണവർക്കറിയാം, ഞാനിപ്പോൾ സ്ഥിരം പറയാറുള്ളൊരു ഒരു അലങ്കാരമുണ്ട്. എല്ലാവിടെയും ഞാൻ പറയാറുണ്ടത്. ഞാനും എൻ്റെ മൂക്കും കൂടെ കല്യാണത്തിന് പോയി എന്ന് എവിടെയും പറയുമോ? ഞാനും എൻ്റെ മൂക്കും കൂടി കല്യാണത്തിന് പോയി എന്ന് പറയാറില്ലല്ലോ. ഇതുപോലെയാ ഭഗവാനും ഞാനും എന്ന് പറയണത്. ഭഗവാനെന്ന് വേറിട്ടൊരു അസ്തിത്വം നമുക്കില്ല, പ്രപഞ്ചത്തിലില്ല. പ്രകൃതിയും മനുഷ്യനും ഭഗവാനും ഞാനും എന്നൊക്കെ പറയണത് ഇതുപോലെ ഒരു ശുദ്ധ വിഡ്ഢിത്തരാ. ഇത് തിരിച്ചറിയിപ്പിക്കുകയാണ് ഗുണത്തിൻ്റെ തലത്തിൽ. കർമ്മത്തിൻ്റെ തലത്തിൽ നമുക്ക് മനസ്സിലാവും ഭഗവാൻ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു രൂപമെടുത്ത് നമ്മൾ പറയും കൃഷ്ണൻ വന്നു, ഭഗവാനെ ഞാൻ കണ്ടു, ഭഗവാൻ അത് ചെയ്തു, ഇത് പ്രവർത്തിച്ചു, ഇങ്ങനെ ചെയ്തു, ഭഗവാൻ പ്രതികരിച്ചു, ഭഗവാൻ ഞാൻ കൊടുത്ത വെണ്ണ കഴിച്ചു, എൻ്റെ വഴിപാട് വാങ്ങി ധരിച്ചു എന്നൊക്കെ പറയും. പക്ഷേ മറ്റ് മനുഷ്യർ ചെയ്യുന്നത് പോലെ ഭഗവാൻ ചെയ്യണതിന് ഒരു കർമ്മഫലമില്ല. നമ്മൾ എന്ത് ചെയ്താലും അതിനപ്പുറത്തൊരു ഫലം വരും. ഭഗവാനിൽ അത് സെൽഫ് കണ്ടെയ്ൻഡ് ആണ്. ഭഗവാൻ പ്രവർത്തിക്കും നമ്മളെപ്പോലെ, ഇറങ്ങി നടന്ന് ജീവിക്കും. ഭൂമിയിലുണ്ടായിരുന്നു 126 വർഷം. കർമ്മഫലം ഉണ്ടോ? ഒന്നുമില്ല, അവസാനിപ്പിച്ചു. ശ്രീരാമനിൽ പോലും അതുണ്ടായിരുന്നു. കാരണം അവിടെ ശുദ്ധസത്വം ആണെങ്കിലും അറ്റാച്ച്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. കൃഷ്ണനിൽ അതുമില്ല. കൃഷ്ണൻ ആരോടും അറ്റാച്ച്ഡ് ആയിരുന്നില്ല. ഈ കണ്ട ആൾക്കാർ മുഴുവൻ ചുറ്റും നിൽക്കുമ്പോൾ അതിൻ്റെ നടുക്ക് ഏകാഗിയായിട്ടിരുന്നു. ഭഗവാന്റെ ഏകാന്തത നമുക്ക് ആർക്കും മനസ്സിലാവില്ല. നമ്മൾ ചോദിക്കും കൃഷ്ണനോ ഏകാന്തനോ എന്താ ഈ പറയണ ചോദിക്കും. കൃഷ്ണനെ പോലെ ഏകാന്തതയിൽ ഇരുന്നൊരാൾ വേറെയില്ല, അതും ദുഃഖത്തിൻ്റെ കടലിൽ. ഓഷോ എഴുതി വെച്ചിട്ടുള്ള ഞാൻ പണ്ടൊക്കെ പറയുമായിരുന്നു, കൃഷ്ണ ഈസ് എ ഡാൻസിങ് ഐലൻഡ് ഓഫ് ലാഫ്റ്റർ ഇൻ എ വാസ്റ്റ് ഓഷൻ ഓഫ് സോറോ എന്ന്. ദുഃഖത്തിൻ്റെ വലിയൊരു കടലിൻ്റെ നടുക്ക് ഒരു ഒറ്റപ്പെട്ട ദ്വീപായിരുന്നു എന്ന് ചിരിച്ചുകൊണ്ട് നൃത്തം വയ്ക്കുന്ന ദ്വീപ് കൃഷ്ണൻ. അതുകൊണ്ടല്ലേ തനിക്ക് ഉറ്റവരെയും ഉടയവരെയും മുഴുവൻ ആ പ്രഭാസ തീരത്തിട്ടിട്ട് കൊന്നൊടുക്കാൻ സാധിച്ചത്. അല്ലാത്തൊരാൾക്ക് അത് സാധിക്കുമോ? ഒരു വർഷം മുഴുവൻ കഠിനമായിട്ടുള്ള ഒരു കൂവളത്തിലെ മാത്രം ഒരു നേരം കഴിച്ചുള്ള പാശുപതവ്രതം അനുഷ്ഠിച്ച് മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് മഹാദേവൻ വന്ന് ചോദിക്കുക, ഭഗവാനെ അങ്ങ് എന്തിനാ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് അങ്ങയുടെ അംശത്തോട് കൂടിയിട്ട് സംഹാരകനായിട്ടുള്ള കുലം മുടിക്കണ ഒരു മകനെ തരണം എന്ന് പറയാൻ ആർക്കാ ധൈര്യം വരിക? നമ്മൾ പറയുമോ എനിക്ക് കുലം മുടിക്കണ ഒരു കുട്ടിയെ തരുമെന്ന്? ഭഗവാനോട് പ്രാർത്ഥിക്കുമോ? കുലം മുടിക്കണ ഒരു മകനെ തരുമെന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധി വേറൊരു തലത്തിലായിരുന്നിരിക്കണം. ആരോടും ഒട്ടാത്ത, തൻ്റെ ശരീരത്തിനോട് ഒട്ടാത്ത ആരാണോ അതായിരുന്നു കൃഷ്ണൻ. അങ്ങനെയുള്ളൊരു ഭഗവാൻ കർമ്മത്തിൻ്റെ തലത്തിൽ വരുമ്പോൾ ഈ രൂപം പ്രവർത്തിക്കുന്നുണ്ട്. ഭഗവാൻ പ്രവർത്തിക്കുന്നുണ്ട്, ഭഗവാൻ പ്രതികരിക്കുന്നുണ്ട്. ദേഷ്യം വരേണ്ടവിടെ ദേഷ്യം വരുന്നുണ്ട്, ചിരിക്കേണ്ടവിടെ ചിരിക്കുന്നുണ്ട്, സ്നേഹിക്കേണ്ടവിടെ സ്നേഹിക്കുന്നുണ്ട്, തലോടേണ്ടവിടെ തലോടുന്നുണ്ട്, തല്ലണ്ടവിടെ തല്ലുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. കണ്ടുക്കാമ നിൽക്കേണ്ടവിടെ കാണാത്തവരി നിൽക്കേണ്ടവിടെ കാണാത്തവരി നിൽക്കും. ഗുരുവായൂരപ്പൻ്റെ സ്വഭാവമാണ്. ചില സ്ഥലത്ത് അദ്ദേഹം കണ്ട ഭാവം നടിക്കില്ല. നമ്മൾ വെറുതെ ഇരുന്ന് പറയും ഭഗവാൻ എന്താ ഇതൊന്നും കാണണില്ലേ ചോദിക്കും. അദ്ദേഹം മനഃപൂർവ്വം അത് കാണാത്ത മാതിരി ഇരിക്കും. അദ്ദേഹത്തിൻ്റെ വഴികൾ അതിവിചിത്രമാണ്. അദ്ദേഹത്തിനെ മനസ്സിലാക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, അദ്ദേഹം എന്താ ചെയ്യണം നോക്കിക്കൊണ്ടിരിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട.
അദ്ദേഹത്തിന്റെ ചിരിക്ക് പോലും 1000 അർത്ഥമാണ്. തല നിറച്ച് ബുദ്ധിയും വയറ് നിറച്ച് വെണ്ണിയും വായ നിറച്ച് ചിരിയാണ്. പക്ഷെ ആ ബുദ്ധി എന്താ ചിന്തിക്കണമെന്നുള്ളത് മനസ്സിലാക്കിയില്ലെങ്കിൽ, ആ ചിരിയുടെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ പണി കിട്ടും. പല തെറ്റുകളും ചെയ്തിട്ട് ഭഗവാനെ നോക്കുമ്പോൾ ഭഗവാൻ ചിരിക്കുകയാണ് തോന്നും. ഓ, ചിരിച്ചോണ്ട് തന്നെ എന്നെ നോക്കണം, ഞാൻ ചെയ്യണതൊക്കെ ഓക്കെയാണ്. അത് എന്തിനുള്ള ചിരിയാണെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. അമ്മാതിരിയുള്ള പണികളാണ് അദ്ദേഹത്തിൻ്റെ എന്ന് വരിക. അത് ആ മൂർത്തിയുടെ, ആ ദേവതയുടെ സ്വഭാവമാണ്. വേറെ ഒരു ക്ഷേത്രത്തിലും കൃഷ്ണനോ വിഷ്ണുവിനോ ഇല്ലാത്ത ഒരു മഹാവൈശിഷ്ട്യ സ്വഭാവം ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ ക്ഷേത്രദേവതയ്ക്കുണ്ട്. അതൊരാളാണ്. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ബ്രഹ്മതത്വമായിട്ടൊക്കെ കാണുമ്പോഴും അദ്ദേഹം ഒരാളാണ്. അത് തിരിച്ചറിയാതെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹത്തിനെ ശ്രീകോവിലിൽ മാത്രമല്ല കാണുക എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ പാഠം. ചിലപ്പോൾ ശ്രീകോവിലേ ഉണ്ടാവില്ല, അദ്ദേഹം ശ്രീകോവിലേ ഉണ്ടാവില്ല. നമ്മൾ ഓൾറെഡി ക്യൂവിൽ കയറുന്നതിന് മുൻപേ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന് നമ്മളെ അറിയാം, നമുക്ക് അദ്ദേഹത്തെ അറിയില്ല. ആഞ്ഞൻ തിരുമേനി പറയാറില്ല, ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ട്, കൊടിമരത്തിൻ്റെ അവിടെ തൊട്ട് ഉറക്കം പറയാത്ര, ഗുരുവായൂരപ്പാ ഞങ്ങൾക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ല, നിനക്ക് ഞങ്ങളെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, നല്ലോണം നോക്കണേ, നല്ലോണം നോക്കണേ, നല്ലോണം നോക്കണേ എന്ന് പറയുന്നു. നമുക്കതല്ലേ ഭഗവാനോട് പറയാൻ പറ്റില്ല, ഭഗവാനെ എനിക്ക് നിന്നെ കാണാൻ പറ്റില്ല, പക്ഷെ നിനക്ക് എന്നെ കാണാമല്ലോ, നല്ലോണം നോക്കണേ, നല്ലോണം നോക്കണേ എന്ന് പ്രാർത്ഥിക്കുക, വേറെ മാർഗമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് കർമ്മത്തിൻ്റെ തലത്തിൽ വരുമ്പോൾ നമ്മളെപ്പോലെ നടന്ന് പ്രവർത്തിക്കുന്നൊരു ദേവത തന്നെയാണ് ഗുരുവായൂരപ്പൻ, ഒരു സംശയമില്ല. തത്വത്തിൻ്റെ അർത്ഥത്തിൽ വരുമ്പോൾ രൂപമില്ലാത്തതിന് രൂപത്തിലേക്കുള്ളൊരു മാറ്റം അവിടെ സംഭവിക്കണേ ഇല്ല. രൂപമുണ്ടോ ഇല്ലയോ ഒന്നേ ഉള്ളൂ. രൂപമില്ലാത്ത രൂപമായി എന്നും രൂപമായിട്ടുള്ള രൂപം ഇല്ലാണ്ടായി എന്നും പറയാൻ പറ്റില്ല. പഞ്ചതന്മാത്രകളെ കൊണ്ടല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും നമ്മൾ അല്ലേ, പഞ്ചതന്മാത്ര സായക എന്ന് ലളിതാ സഹസ്രനാമത്തിൽ വരും, ഒരു വാക്കുണ്ട്. ആ നാമം എങ്ങനെ വരണമെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാവും. ചുരുക്കത്തിൽ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ 5 ഭൂതങ്ങളാണ്. ക്യാമറയും മൈക്കും ഞാനും നിങ്ങളും സകലതും 5 ഭൂതങ്ങൾ. അതിന് തിരിച്ചറിയുന്നത് പഞ്ചതന്മാത്രകളെ കൊണ്ട്. ശബ്ദരസ രൂപരസഗന്ധം അല്ലെ, ശബ്ദസ്പർശ രൂപരസഗന്ധാധിക സ്വരൂപേ എന്ന് പറയും നമ്മൾ ദേവിയെ. നമ്മൾ പ്രകൃതി അങ്ങനെയാണ് തിരിച്ചറിയുന്നത്. പഞ്ചഭൂതത്തിൻ്റെയും പഞ്ചതന്മാത്രകളുടെ അടിസ്ഥാനത്തിൽ പോയി നോക്കിയാലോ ഒരേ ഒരു വസ്തു, ചിദാനന്ദ വസ്തു, ബ്രഹ്മം മാത്രം. അപ്പോൾ വിഗ്രഹമായിരുന്നാൽ എന്ത്, രൂപമായിരുന്നാൽ എന്ത്, രൂപം ഇല്ലാണ്ടിരുന്നാൽ എന്ത്, ഗുണം ഉണ്ടായാലെന്ത്, ഗുണം ഇല്ലാണ്ടിരുന്നാൽ എന്ത്, ഒറ്റ വസ്തു. അപ്പം ഗുണത്തിൻ്റെ തലത്തിൽ ശുദ്ധതത്വം, ശുദ്ധസത്വമാണ്. അത് നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കുന്നില്ല, നമ്മളെ ബന്ധിക്കുന്നില്ല, നമ്മൾ കരുതുന്നില്ല. ഭഗവാനോട് അറ്റാച്ച്മെൻ്റ് അല്ല നമുക്കുള്ളത്. അറ്റാച്ച്മെൻറ്റ് വന്നാൽ ദുഃഖം വരും. നിങ്ങൾക്ക് നാളെ വയ്യാണ്ടായി, എല്ലാ മാസവും ഗുരുവായൂർ പോയിക്കൊണ്ടിരുന്നാണ്, പിന്നെ ഇവിടെ നെഞ്ഞത്തടിച്ച് നിലവിളിയാ. അത് നിങ്ങൾക്ക് അറ്റാച്ച്മെൻ്റ് ആയതുകൊണ്ടാണ്, ഭക്തി ആയിട്ടില്ല. അറ്റാച്ച്മെൻറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ അയ്യോ ഈ മാസം ഗുരുവായൂർ പോകാൻ പറ്റിയില്ലല്ലോ, കാരണം അത് അവിടെ മാത്രം ഇരിക്കുന്ന ഒരു വസ്തുവാണെന്നാണ് അപ്പോഴും ചിന്തിക്കുന്നത്. അതിനെ ഭഗവാൻ മോശമായിട്ട് കാണുന്നില്ല. അങ്ങനെ വിഷമിച്ചവരുടെ അടുത്തേക്കൊക്കെ ഭഗവാൻ വന്നിട്ടുണ്ട്. പൂന്താനത്തിന് എടത്തുപുറത്ത് കാവിലും കാന്തള്ളൂര് ആ വാരസ്യാർക്കും ഒക്കെ വന്നത്, വാരസ്യാരല്ലേ, വാരസ്യാരനാണോ, ആ വാരസ്യാർക്കും ഒക്കെ വന്നത് അങ്ങനെയാണ്. വെള്ളിനീഴി എടുത്ത് ഗുരുവായൂരപ്പൻ വന്നിരുന്നതാ, സങ്കടപ്പെടണ്ട ഞാൻ വരാം എന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷെ അതിലൊന്നും കുടുങ്ങരുതെന്നാണ് തത്വം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ശ്ലോകം ശാന്തരസത്തിൽ മുങ്ങി നിൽക്കുന്നതാണ്. മെല്ലെ മെല്ലെ വാത്സല്യത്തിലേക്കും അവസാനം മാധുര്യത്തിലേക്കും കൊണ്ടുവരും. ശ്രുതിമതി മധുരേ എന്ന് പറയണത് അതുകൊണ്ടാണ്. കാതിനും കേൾക്കാനും ബുദ്ധിക്ക് ചിന്തിക്കാനും, ശ്രുതിക്കും മതിക്കും, കേൾക്കാനും ബുദ്ധിക്കും രണ്ടിനും ഒരുപോലെ മധുരം. അങ്ങനെ കിട്ടുമോ? സാധാരണ ചിന്തിക്കാനുള്ളത് കയ്പ്പായിരിക്കും. ഇനി ചിന്തിക്കാനുള്ളത് മധുരമാണെന്നുണ്ടെങ്കിൽ കേൾക്കാൻ അത്ര ചിലപ്പോൾ സുഖം ഉണ്ടാവണമെന്നില്ല. ഇത് കേൾക്കാനും മധുരം, ചിന്തിക്കാനും മധുരം. അതാ ഗുരുവായൂരപ്പനാണെന്നാണ് പറഞ്ഞത്. ഭക്തിയെയും അതേപോലെ മനുഷ്യൻ്റെ ലോജിക്കൽ സെൻസിനെ, വിവേകത്തിനെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തുന്ന രൂപം വളരെ ചുരുക്കമാണ് ലോകത്തിൽ. അത് ഇതാ അവിടെ ഗുരുവായൂരിക്കുന്നുണ്ട്, വന്ന് കണ്ടോളൂ എന്നാണ് പറഞ്ഞത്. സാധാരണ ബുദ്ധി ഭക്തിയെ ചോദ്യം ചെയ്യും. അതേമാതിരി ഭക്തി ബുദ്ധിയൊന്നും വേണ്ട, നമുക്ക് മനസ്സ് മാത്രം മതി എന്നാണ് പറയുക അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കുന്ന ആൾക്കാരാ. ബുദ്ധി ഭക്തി എതിർക്കും. എന്ത് ഭക്തി, ഇതൊക്കെ വെറും വികാര വിക്ഷോഭം എന്ന് ബുദ്ധി പറയും. ഭക്തി പറയും വികാരമാണ് എല്ലാം, ബുദ്ധി കൊണ്ടൊന്നും കാര്യമില്ല, ബുദ്ധിയുടെ അഹങ്കാരമാണ്, അഹങ്കാരമാണ്, അഹങ്കാരമാണെന്ന് അടിച്ചടിച്ച് പറയും. ഇവിടെ പക്ഷേ ബുദ്ധി ഭക്തിയെയും റെസ്പെക്റ്റ് ചെയ്യണു, ഭക്തി
തിരിച്ച് ബുദ്ധിയെ റെസ്പെക്ട് ചെയ്യണു. മേൽപ്പത്തൂര് പൂന്താനത്തിനെ റെസ്പെക്ട് ചെയ്യണു, പൂന്താനം മേൽപ്പത്തൂരിനെ റെസ്പെക്ട് ചെയ്യണു. രണ്ടുപേരെയും ഗുരുവായൂരപ്പൻ ഒരേപോലെ ഒക്കത്തെടുത്ത് കിടക്കണു. എവിടെ കാണൂ ഇത്? ഇതാണ് ചോദ്യം. രണ്ടുപേരെയും ഒരേപോലെ ഭഗവാൻ എടുത്ത് നടക്കാൻ സാധിക്കണമെന്നുള്ളതാണ്. എന്നിട്ട് പറയാ സുഗ്രഹേ, എളുപ്പത്തിൽ ഗ്രഹിക്കാവുന്നതാണ്, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. 8 കൈയുണ്ടോ 10 കൈയുണ്ടോ? ഇല്ല, എളുപ്പമാണ്, ഓർക്ക എളുപ്പാ. ഇവിടെ ചക്രം, ഇവിടെ ശംഖ്, ഇവിടെ ഗദ, ഇവിടെ താമര, നല്ല നീല നിറം, ഒരു കിരീടം, ശ്രീവത്സം, കൗസ്തുഭം, ഇത്രയും ആലോചിച്ചാൽ തന്നെ അലങ്കാരമായി. പിന്നെ പാദങ്ങൾ ആലോചിക്കുക, നല്ല കവിള ആലോചിക്കുക, ചുണ്ട ആലോചിക്കുക, ചിരി ആലോചിക്കുക. ആലോചിക്കാൻ വളരെ എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറെ കണ്ണോ അനവധി ദിവ്യായുധങ്ങളോ ഒന്നുമില്ല. സുഗ്രഹേ, എളുപ്പത്തിൽ ദർശിക്കാവുന്നതോ ഗ്രഹിക്കാവുന്നതായിട്ട്. വിഗ്രഹം വെച്ചാൽ വിശേഷേണ ഗ്രഹിക്കേണ്ടതെന്നാണ്, നന്നായി മനസ്സിലാക്കണം എന്നാണ് പറയണത്. പ്രതിമയോ ബിംബോ എന്നല്ല പറയുക. പണ്ട് ഗുരുവായൂർ ഒരു മെമ്പർ വന്നു, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സമ്പന്നനാണ്. അദ്ദേഹം വന്നിട്ട് ഒരു ദിവസം ശാന്തിക്കാരുടെ ഒരു മീറ്റിങ്ങിൽ ചോദിച്ചാൽ അത്രേ, എന്ത് ലൈറ്റ് ഇല്ലാത്ത ആ ബൊമ്മയെ ശരിക്കും കാണാൻ പറ്റുന്നില്ല, ഒരു ബൾബ് ഇട്ട് കൊടുത്താലോ ചോദിച്ചു അത്രേ. അദ്ദേഹത്തിന് അത് ബൊമ്മയാണ്, നമുക്കത് വിഗ്രഹമാണ്. അതാണ് വ്യത്യാസം. വിശേഷമായിട്ട് ഗ്രഹിക്കേണ്ട. അങ്ങനെ വിശേഷമായിട്ട് എവിടെയാ ഗ്രഹിക്കുക? അകത്താ ഗ്രഹിക്കുക. അതുകൊണ്ട് അതിൻ്റെ മുന്നിലെത്തിയ അറിയാണ്ട കണ്ണടഞ്ഞു പോണത്. അറിയാണ്ട കണ്ണടഞ്ഞു. എത്ര ക്യൂ നിന്ന് കഷ്ടപ്പെട്ടിട്ട് ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അവിടെ എത്തുമ്പോഴും കണ്ണടഞ്ഞു. അതൊരു പ്രശ്നമല്ല. ഒന്നും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഗുരുവായൂരപ്പൻ നമ്മളെ കണ്ടു എന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. അതിന് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ആ ക്യൂ നിൽക്കുമ്പോൾ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, സംസാരിക്കാണ്ട് ജപിച്ചുകൊണ്ടിരിക്കുക. സഹസ്രനാമം ഒരു 5 പ്രാവശ്യം വായിക്കാനുള്ള സമയം എന്തായാലും ഇന്ന് ഗുരുവായൂർ കിട്ടും. വേണമെങ്കിൽ നാരായണീയം മുഴുവൻ നടത്താം നിങ്ങൾക്ക്, അത്രയും ക്യൂവിൽ നിൽക്കാനുള്ള സമയം. അങ്ങനെ വന്ന് നിൽക്കുകയാണ് ഗുരുവായൂരപ്പൻ അവിടെ എന്നാ പറഞ്ഞു. വിഗ്രഹേതേ, അങ്ങയുടെ വിഗ്രഹം ഇത് വെറും സങ്കല്പമല്ല, വെറും ഒരു സിമ്പിളല്ല, ഒരു പ്രതീകമല്ല, നേരിട്ട് കാണുന്ന സൗന്ദര്യത്തരോപി സുന്ദരതരം എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അങ്ങനെയുള്ള വിഗ്രഹമാണത് എന്നാ പറയണത്. തസ്മിൻ ധന്യാരമന്തേ, ഭാഗ്യം ചെയ്തിട്ടുള്ള ആൾക്കാർ ആ രൂപത്തിൽ ആനന്ദിക്കണത്. കണ്ണടച്ചിട്ട് ഇങ്ങനെ ധാരധാരയായിട്ട് കണ്ണുനീരൊഴുകിക്കൊണ്ടിട്ട് ആൾക്കാർ നിൽക്കണ കാണാം. ചിലർ പറയും പണ്ടത്തെ പോലെയൊന്നുമല്ല, ഗുരുവായൂർ പോയപ്പോൾ ഒരു ഭക്തിയൊന്നും തോന്നില്ല, ആകൊക്കെ മാറി, കമേഴ്ഷ്യലൈസ്ഡ് എന്നൊക്കെ പറയും. എന്താ അവനവനെ കമേഴ്ഷ്യലൈസ്ഡ് ആണ്. രാവിലെ തൊട്ട് രാത്രി വരെയും കോമേഴ്സിൽ മുങ്ങിയിട്ടാണ് ജീവിക്കുന്നത് മനുഷ്യൻ. എന്നിട്ട് പറയും അമ്പലത്തിൽ കോമേഴ്സാണെന്ന്. ഇതിപ്പോൾ ഇന്നലെ ദക്ഷിണയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. എല്ലാം ആധ്യാത്മികത ഫ്രീ ആയിട്ട് കിട്ടണം എന്നാണ് ആൾക്കാരുടെ വിചാരം. ഒരുത്തൻ അവൻ്റെ ജന്മം മുഴുവൻ ഹോമിച്ചിട്ടാണ് അത് കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രാണനെ കൊടുത്തിട്ട് നേടണം. നിങ്ങളുടെ പ്രാണൻ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പ്രാണന് തുല്യം സ്നേഹിക്കണം, കാശെങ്കിലും കൊടുക്കണം എന്നാ. അതുകൊണ്ടാണ് ദക്ഷിണ വെക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആ ദക്ഷിണയ്ക്ക് പണം തന്നെ അർത്ഥമില്ല. തുളസി വെക്കാൻ പറ്റുമോ? അതിനുള്ള സമർപ്പണം ഉണ്ടോ? രുക്മിണിയുടെ സമർപ്പണം ഉണ്ടോ? തുളസി കൊടുത്താൽ മതി. സമർപ്പണ ബുദ്ധി ഉണ്ടെങ്കിൽ എന്തു കൊടുത്താലും ആവും, ഇല്ലെങ്കിൽ ഫലം വരില്ല. അപ്പം ഇവിടെ ഭക്തിയില്ല എന്ന് പറയും. ഇപ്പം പഴയ പോലെ ഒന്നും തോന്നുന്നില്ല. ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ ഒരു സുഖമില്ല, എന്താ ഇത് എന്നൊക്കെ പറയും. ഞാൻ ചിലരോട് പറയാറുണ്ട്, പ്രഭാഷണത്തിലും പറയാറുണ്ട്, വളരെ എളുപ്പമാണൊരു വിദ്യ. അവിടെ ഗുരുവായൂരപ്പൻ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ. നിങ്ങളെന്തായാലും ക്യൂവിലൊക്കെ നിന്ന് കഷ്ടപ്പെട്ടൊക്കെ തൊഴുതിട്ട് സാധിച്ചവരായിരിക്കുമല്ലോ. ആ കുന്നിക്കുരു വാരണേൻ്റെ അവിടെ വന്ന് നിൽക്കുക, അകത്തേക്കല്ല നോക്കുക. അവിടെ ഗ്രില്ലുള്ളതുകൊണ്ട് അവിടെ നിന്നിട്ട് അകത്തേക്ക് നോക്കാൻ പറ്റില്ല. നന്നായി നോക്കാൻ പറ്റുന്ന ഒരു ഭാഗമുണ്ട്, ആ കൊടിമരത്തിൻ്റെ അവിടേക്ക് നോക്കുക. ആ കൊടിമരത്തിൻ്റെ അവിടെ ഈ ക്യൂവിൽ പോലും നിൽക്കാൻ പറ്റാത്ത ആൾക്കാർ നിന്നിട്ട് എത്തി വലിഞ്ഞ് നിന്നിട്ട് തൊഴണ ഒരു രംഗമുണ്ട്. ചിലർ ഉള്ളു ചുട്ട് വിളിക്കുന്നുണ്ടാവും, ഗുരുവായൂരപ്പാതെ പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കുന്നുണ്ടാവും. അവരുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ചുടുകണ്ണീര് ഇങ്ങനെ വീഴുണ്ടാവും. അത് നോക്കിയാൽ മതി, തന്നെ ഭക്തി വരും. നമുക്കൊന്നും ഒരു ഭക്തി ഇല്ലയെന്ന് മനസ്സിലാവും. ഇനി അതും പോരാണ്ടെങ്കിൽ ആ ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്ന് തൊഴണവനെ നോക്കുക. അവൻ ചിലപ്പോൾ വേറെ മതസ്ഥം പോലും ആയിരിക്കും. എത്തി വലിഞ്ഞ് തൊഴുണ്ടാവും. അവരെ കണ്ടാൽ മതി, അവരെ നോക്കി തൊഴുക. അവരുടെ അകത്താ ഗുരുവായൂരപ്പനെ ഇരിക്കണം. നിങ്ങൾക്ക് വിഗ്രഹത്തിൽ കിട്ടിയില്ല എന്നല്ലേ പറഞ്ഞു? ഇവിടെ നോക്കിയാൽ മതി. മനസ്സിൽ അല്പമെങ്കിലും ആർദ്രതയുള്ളവനാണെന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ അകത്ത് സ്ഫുരിച്ചിരിക്കും, ഉറപ്പാണ്. ഏറ്റവും വലിയ ആധ്യാത്മിക എക്സസൈസ് അത്. ഭക്തി എപ്പോഴൊക്കെ കുറയുണ്ടോ തോന്നുമ്പോൾ ഭഗവാനെ തൊഴണ ആൾക്കാരുടെ മുഖത്തേക്ക് നോക്കുക. അവരെ ചുഴിഞ്ഞു നോക്കി അവരെ ബുദ്ധിമുട്ടിക്കരുത്. നോക്കുക, ഭഗവാനെ മനസ്സറിഞ്ഞ് നിന്ന് തൊഴണ ആൾക്കാരെ നോക്കി ആനന്ദിക്കുക. എനിക്കിങ്ങനെ തൊഴാൻ പറ്റില്ലല്ലോ എന്ന് വിഷമവും വിചാരിക്കേണ്ട. കാരണം ആ തൊഴുന്നവനിൽ ഗുരുവായൂരപ്പൻ അപ്പുണ്ട്, പ്രകാശിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് തസ്മിൻ ധന്യാരമന്തേ, ഭാഗ്യവാന്മാരായിട്ടുള്ളവർ ആ രൂപത്തിൽ ആനന്ദിക്കണമെന്നാണ് പറഞ്ഞത്. അവർ തർക്കിക്കണില്ല,
കഷ്ടപ്പെടുന്നില്ല, മറിച്ച് ആനന്ദത്തിൽ അലിഞ്ഞു ചേർന്ന് ഇങ്ങനെ നിൽക്കുകയാണ്, കണ്ണടച്ചങ്ങനെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അത് മതി, വേറൊന്നും കിട്ടാനില്ല എന്നാ പറഞ്ഞു. അദ്വൈതം പഠിക്കുന്ന ആൾക്കാർക്ക് ഭക്തനാവുക പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയാ. ഈശ്വര, ഞാൻ വികാരത്തിന് അടിമപ്പെടുവോ? ഭക്തി രണ്ടാം കടയല്ലേ? ഞാൻ ശങ്കരാചാര്യസ്വാമികളുടെയൊക്കെ ബ്രഹ്മസൂത്ര ഭാഷ്യമൊക്കെ പഠിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഉപനിഷത്ത് പഠിക്കുന്ന ആളാണ്, എനിക്ക് ഭക്തി വന്നു കഴിഞ്ഞാൽ എന്തോ കുറച്ചിലാണ് എന്ന് വിചാരിക്കുന്ന വേദാന്തികളുണ്ട്. അവർക്ക് അങ്ങനെയുള്ള പേടി എന്നെ ഭട്ടതിരി മാറ്റിയാണ്. രൂപത്തോടുള്ള സ്നേഹം എന്നെ ദ്വൈതത്തിൽ കൊണ്ട് കൊടുക്കുവോ എന്നാണ് അദ്വൈതി ചോദിക്കുന്നത്. ദ്വൈതം പറ്റില്ല, രണ്ടായി കാണാൻ പറ്റില്ല, ഒന്നായി കാണണമെന്ന് പഠിപ്പിക്കുമ്പോൾ ഞാൻ ഇനി ഭക്തനായി പോയാൽ ഞാൻ കുടുങ്ങി പോയില്ലേ? ഭഗവാൻ വേറെ ഞാൻ വേറെ എന്നുള്ള കുടുക്കി ഞാൻ പോയി പെടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭട്ടതിരി പറയാ, ശുദ്ധസത്വമായിട്ടുള്ള രൂപം ഒരിക്കലും സത്യത്തെ മറക്കണില്ല, മറിച്ചത് സത്യത്തിനെ വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുകയാണ്. ചെതറലില്ലാണ്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ദാ ബ്രഹ്മം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരണം. നിരാകാരമായിട്ടുള്ള രൂപമില്ലാത്ത ആ ബ്രഹ്മത്തിനെ ധ്യാനിക്കാൻ കഴിയാത്ത മനസ്സിന്, നമ്മൾ സാധാരണ മനസ്സിന് ഒരിക്കലും സാധിക്കില്ല. രൂപമില്ലാത്ത, ഗുണമില്ലാത്ത, മണമില്ലാത്ത ഒരു വസ്തുവിനെ ധ്യാനിക്കാൻ സാധിക്കില്ല. അരൂപിയായിട്ടുള്ളൊരു ദൈവത്തിനെ ഒരാൾക്ക് സാധിക്കില്ല. ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ഡയറക്ഷനിലേക്ക്, ദിക്കിലേക്ക് നോക്കിയിട്ടിരുന്നെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കണം ദിവസം. എന്തെങ്കിലും ഒരു പോയിന്റ് ഓഫ് റെഫറൻസ് ഇല്ലാണ്ട് മനസ്സിന് ധ്യാനിക്കാനോ ജപിക്കാനോ സാധിക്കില്ല. ഈ ജപമാല തന്നെ അതിനാ തന്നിരിക്കണേ, ആങ്കർ ചെയ്യാനാ. വാസ്തവത്തിൽ ജപത്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. യഥാർത്ഥ ജപത്തിന് ആ ജപം ശ്വാസത്തിലാണ്. അതിന് നമ്മൾ അജപാജപം എന്ന് പറയും, അകത്ത് സംഭവിക്കും. അതാണ് യഥാർത്ഥ ജപം. അപ്പോൾ ഇതൊക്കെ തന്നിരിക്കുന്നത് ടൂൾസായിട്ടാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യണത്? ടൂൾസിനെ ആരാധിക്കുകയാണ്. ഞാൻ ഈ കയ്യിൽ കൊണ്ടുണ്ടാക്കിയാലേ എൻ്റെ സാമ്പാറിന് സ്വാദ് ഉണ്ടാവുള്ളൂ, ഇന്ന അടുപ്പിൽ വെച്ചാലേ എൻ്റെ കറിക്ക് സ്വാദ് ഉണ്ടാവുള്ളൂ, ഞാൻ ഈ സ്പൂണിട്ട് ഇളക്കിയത് കൊണ്ടാണ് എൻ്റെ കറിക്ക് ഇത്രയ്ക്ക് സ്വാദ് വന്നതെന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ ഈ ടെക്നിക്കിലേ ഭഗവാനെ കിട്ടുള്ളൂ, ഈ ടെക്നിക്കിലേ ഭഗവാനിൽ രുചി ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അബദ്ധം കാണിക്കുന്നത്. അപ്പോൾ ഭട്ടതിരി പറയണത് എന്താണെന്ന് വെച്ചാൽ, ബ്രഹ്മത്തിനെ ധ്യാനിക്കാൻ മനസ്സിന് സാധിക്കില്ല, അതുകൊണ്ട് ഒരു പോയിന്റ് ഓഫ് റെഫറൻസ് വേണം. അതിനാശ്രയിക്കാവുന്ന ഒരു സ്ഥലമാണ് ഭഗവാന്റെ ഈ സഗുണസ്വരൂപത്തിലുള്ള വിഗ്രഹം. അതുകൊണ്ട് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വിട്ടുവീഴ്ച, കോംപ്രമൈസ് ഒന്നും ചെയ്യലല്ല. നിരാകാരമായിട്ടുള്ള രൂപത്തിനെ ധ്യാനിക്കാൻ പറ്റാത്ത നമ്മളോട് ഭഗവാൻ കാണിക്കണ കരുണയാണെന്ന് ഓരോ ക്ഷേത്രത്തിനും വിചാരിച്ചോളാം. എത്ര ഭംഗിയായിട്ടല്ലേ അത് അവതരിപ്പിച്ച്. ക്ഷേത്രം മോശം, ക്ഷേത്രവിശ്വാസം മോശം, ക്ഷേത്രവിശ്വാസം മോശം എന്ന് പറയും. സാധാരണക്കാരൻ ക്ഷേത്രത്തിൽ പോണതിനെ കളിയാക്കണ എത്രയോ വേദാന്തികളുണ്ട്. അവരുടെ ചെകിടടച്ചുള്ള അടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ക്ഷേത്രം എപ്പോഴും നമ്മളെ നിരാകാര ബ്രഹ്മത്തിലേക്ക് എത്തിക്കാനുള്ളൊരു ഗേറ്റ് വേ ആണ്, അതൊരു പടിവാതിലാണെന്ന് അറിഞ്ഞാൽ മതി. ഗുരുവായൂരപ്പൻ്റെ മഹാവിഗ്രഹമാണെങ്കിലും ഇവിടെ പെരുമാളുടെ വിഗ്രഹമാണെങ്കിലും ഓരോ കവാടമാണ്, അതല്ല അവസാനം. ഭഗവാന്റെ വിഗ്രഹമാണ് അവസാനം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതൊരു ഗേറ്റാണ്, അതിൻ്റെ പൂട്ട് തുറന്ന് അകത്ത് കയറണം. അത് സാധിച്ചാൽ മതി. ഈ ശ്ലോകത്തിൽ ത, സ, ന, മ, ല ഇങ്ങനത്തെ അക്ഷരങ്ങളുടെയൊക്കെ ആവർത്തനം മനസ്സിന് തെളിച്ചും സൗമ്യതയും കൊടുക്കുന്നുണ്ട്. ബുദ്ധിയെയും വികാരത്തിനെയും ഒക്കെ ഒരേ താളത്തിലാക്കാൻ മനസ്സിനൊരു താളം തെറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ശ്ലോകം വളരെ വിശേഷമാണ്. നമ്മൾ സാധാരണ സാധകരെ സംബന്ധിച്ചിടത്തോളം, ഗൃഹസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ മുന്നിൽ പോയിട്ട് നിൽക്കുമ്പോൾ ഇത് കല്ലാണോ അതോ ബ്രഹ്മാണോ എന്നൊന്നും ചോദിക്കരുത്. കുറച്ച് കാലം മുമ്പ് ഗുരുവായൂർ, ഞാൻ വേറെ പ്രഭാഷണങ്ങൾ മറ്റൊരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശിവേലിക്ക് നിൽക്കുക രാത്രി. സാറുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. രാത്രി സാർ അങ്ങനെ വരാറില്ല, രാവിലത്തെ ശിവേലികൾക്കാണ് സാറ് സ്ഥിരമായിട്ട് ഗുരുവായൂരപ്പൻ്റെ മുന്നിലുണ്ടാവുക, പരമേശ്വര സാറ്. അപ്പോൾ ഞാൻ രാത്രി ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന സമയത്ത് വേറെ ആരൊക്കെ ഉണ്ട്, ആ മാനേജറുടെ ഗോപുരത്തിൻ്റെ താഴെ നിൽക്കണം. അപ്പോൾ ജനങ്ങളൊക്കെ രണ്ട് വശത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഞാനൊന്ന് ഒഴിഞ്ഞു നീങ്ങിയപ്പോൾ ഒരു ജീവനക്കാരൻ പയ്യൻ, പുതിയ റിക്രൂട്ടാണ്, അദ്ദേഹം വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ശരത്തേട്ടാ ശരിക്കും ഇത്രയൊക്കെ കാണിച്ചു കൂട്ടേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇത് വെറും ഒരു കല്ലല്ലേ? ഒരു ജീവനക്കാരൻ ചോദിച്ചാണ് എന്നോട്. അപ്പോൾ ഭഗവാൻ കറക്റ്റ് ആ സമയത്ത് മേശാന്തി തൂവി പോയി ഭഗവാൻ 12 വിളക്കുകളുടെ അകമ്പടിയോടുകൂടി പുറത്തേക്ക് വരികയാണ്. ആ സമയത്താണ് ഈ ചോദ്യം വരുന്നത്. അപ്പം ഞാൻ അവനോട് കൂടുതൽ വിസ്തരിച്ചില്ല. ഞാൻ പറഞ്ഞു, കല്ലോ ബ്രഹ്മോ എന്തോ ആയിക്കോട്ടെ, നിനക്ക് മാമു തരണമല്ലേ, ആ ബഹുമാനം കാണിച്ചാൽ മതി പറഞ്ഞു. അവൻ്റെ വീട്ടിലേക്കും അവന് ഭക്ഷണം കൊടുക്കണത് ആ മുതലാളി ഭഗവാനല്ലേ, ആ ബഹുമാനം കാണിച്ചാൽ മതി എന്ന് പറയും. അവിടെ നിന്ന് ഭക്തജനങ്ങൾ അപ്പോഴേക്കും ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞാൽ വിളിയും ഭഗവാൻ ആ പുറത്തേക്ക് വരലും കഴിഞ്ഞു. പിന്നെ ഒന്നും പറയാൻ ബാക്കിയില്ല. അതുകൊണ്ട് അത് അവിടെ അവസാനിച്ചു.
അപ്പൊ അതുകൊണ്ട് കല്ലാണോ ബ്രഹ്മാണോ എന്നൊന്നും ഭഗവാന്റെ വിഗ്രഹത്തിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ചിന്തിക്കണ്ട. അസ്വസ്ഥമായിട്ടുള്ള മനസ്സിൽ മാത്രമേ ആ ചോദ്യം വരുള്ളൂ. പകരം ചിന്തിക്കുക, ഈ രൂപം അനന്തമായിട്ടുള്ള സത്യത്തിനെ എനിക്ക് മനസ്സിലാക്കി തരുന്നതെന്ന് ഒരു തടസ്സവും നിൽക്കണില്ല. ഒരു തടസ്സവും ഈ രൂപം കാണുന്നോണ്ട് എനിക്ക് ഉണ്ടാവണില്ല. മറിച്ച് ഭയമില്ലാണ്ട് ഒരു കൊച്ചുകുട്ടിയെ നമ്മൾ എത്ര ധൈര്യമായിട്ട് പോയിട്ട് എടുക്കും, അതേപോലെ ധൈര്യത്തോട് കൂടിയിട്ട് ആ ബ്രഹ്മത്തെ തൊട്ടറിയാൻ എന്നെ സഹായിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയാൽ മതി. അതിനാണ് കുട്ടിയായിട്ട് നിൽക്കുന്നത്. കാരണം നമുക്ക് ഹെസിറ്റേഷൻ ഉണ്ടാവില്ല. ഒരു കുട്ടിയെ നമുക്ക് എടുക്കാൻ ഹെസിറ്റേഷൻ ഉണ്ടാവില്ല. വേറെ ഏത് രൂപത്തിൽ നിന്നാലും ഇപ്പം അമ്മ കാളി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് പോകാൻ ഇത്തിരി പേടിക്കും, മഹാദേവൻ്റെ അടുത്തേക്ക് പോകാൻ പേടിക്കും. കാളിയെ കാളിക്കുട്ടിയാക്കുക, മഹാദേവനെ ഉണ്ണിശിവനാക്കുക, ഭൈരവനെ ഉണ്ണിഭൈരവനാക്കുക. കുട്ടിയാക്കിയോ ഒക്കത്തേക്ക് തന്നെ വരും. ഏത് ഉഗ്രദേവനാണെങ്കിലും അങ്ങനെയാണ്. കുഞ്ഞാക്കിയാൽ മതി, തൊടാൻ പാകത്തിനാക്കുക, തൊട്ടറിയാൻ സാധിക്കുക. നാരായണനാണ് ആ വിദ്യ പഠിപ്പിച്ചു തന്നത് ലോകത്തിന്. ഉണ്ണിയായിട്ട് കാണിച്ചു കൊടുത്തു. ബാലനാരായണനാണ് ഗുരുവായൂർ. ആ ബ്രഹ്മത്തിനെ യാതൊരുവിധ കെട്ടുപാടും ഇല്ലാണ്ട് പോയി തൊടാനും കെട്ടിപ്പിടിക്കാനും സ്നേഹിക്കാനും മടിയിലിരുത്തി ലാളിക്കാനും വേണ്ടി വന്ന പിണങ്ങാനും തല്ലുകൂടാനും ഒക്കെയുള്ള ഒരാളാക്കി മാറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ആ വിഗ്രഹരൂപത്തിൽ അവിടെ ഇരിക്കണമെന്ന് മനസ്സിലാവുക. അപ്പോൾ ഒരു തിരിച്ചറിവുണ്ടാവും. ആ തിരിച്ചറിവ് വരുമ്പോൾ ഒരു ആനന്ദം വരും. ആ ആനന്ദമായിട്ട് അങ്ങനെ ഇരിക്കുന്നതാണ് ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും ഏറ്റവും ഉയർന്ന അവസ്ഥ എന്ന് മനസ്സിലാക്കുക.